ഈ ബാർ വെടിവയ്പ് കേസിൽ പ്രതികൾ സഞ്ചരിച്ച കാർ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയെന്നതാണ് ഏറ്റവും പുതിയ വിവരം. മൂവാറ്റുപുഴ മുടവൂരിൽ നിന്നാണ് കാർ കണ്ടെത്തിയത്. ഒരാൾ പിടിയിലായി എന്നാണ് സൂചനയുള്ളത്. വിവരങ്ങളുമായി ആദിത്യൻ ഓമനക്കുട്ടൻ ചേരുന്നു. ആദിത്യൻ, അങ്ങനെ കാർ കണ്ടെത്തിയിരിക്കുകയാണ്, പ്രതികൾ ഉപേക്ഷിച്ചു പോയ വാഹനം കണ്ടെത്തിയിരിക്കുന്നു. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? കൊച്ചിയെ നടുക്കിയ വെടിവെപ്പിന്റെ 10ാം മണിക്കൂറിലേക്ക് കടക്കുകയാണ്. ഈ വെടിവെപ്പ് നടന്നത് അർദ്ധരാത്രി 12 മണിക്കാണ്. അതിനുശേഷം ഇപ്പോൾ 10 മണി ആവാൻ പോകുന്നു. ആ 10ാം മണിക്കൂറിലേക്ക് എത്തുമ്പോൾ ഏറ്റവും നിർണായകമായ ഒരു വിവരമാണ് ലഭിക്കുന്നത്. മൂവാറ്റുപുഴ മുടവൂരിൽ നിന്ന് വഴിയിൽ ഉപേക്ഷിച്ച നിലയിൽ പ്രതികൾ സഞ്ചരിച്ചിരുന്ന വാഹനം കണ്ടെത്തിയെന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ വാഹനത്തിന്റെ RC ഓണറിന്റെ വിശദാംശങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് പങ്കുവച്ചിരുന്നു. അൻവർ ബിലാൽ എന്ന് പറയുന്ന പുളിക്കുന്നേൽ ഹൗസ് പെരുമ്പുള്ളിച്ചിറ PO കറുക തൊടുപുഴ എന്ന ആളിന്റെ പേരിലാണ് ഇതിന്റെ RC ഉണ്ടായിരുന്നത്. അദ്ദേഹം ഇത് 3 മാസം മുമ്പ് ഈ വാഹനം വിറ്റിരുന്നു. അത് മൂവാറ്റുപുഴയിലെ ഒരു വാഹന വ്യാപാരിക്കാണ് ഈ വാഹനം വിറ്റത്. അദ്ദേഹം ഇത് വാടകയ്ക്ക് കൊടുത്തിരുന്നു. ആ വാടകയ്ക്കാണ് പ്രതികൾ ഈ വാഹനം വാടകയ്ക്ക് എടുത്തതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. 4 അംഗ സംഘമാണ് പ്രതികൾ. നമുക്കറിയാം, ഒരു വെളുത്ത ഫോർഡ് ഫിഗോ കാറായിരുന്നു. ഈ ആക്രമണം നടന്ന് 10ാം മണിക്കൂറിലേക്ക് എത്തി നിൽക്കുമ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നിർണായകമായ ഒരു വിവരം ലഭിക്കുകയാണ്. മൂവാറ്റുപുഴ മുടവൂരിൽ നിന്ന് ഈ വാഹനം കണ്ടെത്തി. അതും വഴിയരികിൽ ഉപേക്ഷിച്ച നിലയിലാണ് ഈ വാഹനം കണ്ടെത്തിയത്. അതുമാത്രമല്ല, അതോടൊപ്പം തന്നെ ഒരാൾ പിടിയിലെന്ന സൂചനയും ലഭിച്ചിട്ടുണ്ട്. സ്ഥിരീകരിച്ചിട്ടില്ല. ഒരാൾ പിടിയിലെന്ന സൂചനയും ലഭിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ നഗരഹൃദയത്തിൽ ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയ ശേഷം പ്രതികൾ പുലർച്ചെ തന്നെ മടങ്ങുന്നു. നമുക്കറിയാം, ഒട്ടും തിരക്കില്ലാത്ത ഈ റോഡുകളിൽ കൂടി മടങ്ങുന്നു. പക്ഷേ ഈ കൊച്ചി സിറ്റിയിലെല്ലാം ക്യാമറ കണ്ണുകളുണ്ട്. ഒരുപാട് ക്യാമറകളുള്ള സുപ്രധാനമായ നഗരഹൃദയത്തിലൂടെയാണ് ഇവർ യാത്ര ചെയ്തത്. അതുകൊണ്ട് തന്നെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിനാണ് പോലീസ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ വെടിവയ്പ് ഉണ്ടായിരിക്കുന്നു, 4 പേർ സംഘത്തിലുണ്ടായിരുന്നു എന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. അവരുടെ വാഹനമാണ്